ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ പ്രിൻസ്. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് എന്തെങ്കിലും കാരണം കൊണ്ട് അവർക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ട് ഇട്ടിട്ട് പോകുകയാണെങ്കിൽ ആരായിരിക്കും ആദ്യം പോകുക എന്ന്? അങ്ങനെ പോകാൻ ചാൻസ് ഉള്ള ആൾക്കാരെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ അത് ആരൊക്കെ ആയിരിക്കും എന്ന് അറിയാൻ താല്പര്യമുള്ളവർ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഇതുപോലത്തെ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്. എന്നാലും മാത്രമേ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തുകയുള്ളൂ. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. സോറോൻ്റെ കാര്യം ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. സോറോനെ എവിടത്തേക്കെങ്കിലും തനിച്ച് വിട്ടാൽ പിന്നെ സ്ട്രോ ഹാറ്റ്സിൽ നമ്മുടെ സോറോ കാണില്ല. സോറോ വേണമെങ്കിൽ ഒറ്റയ്ക്ക് വൺ പീസും കണ്ടുപിടിച്ചിട്ട് അവിടെ ഉണ്ടാവും ഇരിക്കുന്നു നമ്മുടെ ലൂഫിനെയൊക്കെ കാത്തിട്ട്. ഇതേ കാര്യം തന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സാഞ്ചിനെ കൊണ്ടും പറയാൻ പറ്റും. കാരണം നമ്മുടെ സാഞ്ചി നമ്മുടെ നാമിനെ വിട്ടിച്ച് എവിടത്തേക്കും പോകാൻ പോകുന്നില്ല. അതുകൊണ്ട് അവരെ നമ്മളിതിൽ ഏർപ്പെടുത്തേണ്ട ആവശ്യമേ. പിന്നെ നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് വിട്ട് പോകുന്നുണ്ടെങ്കിൽ ആദ്യം ഇവിടെ പോകാൻ ചാൻസ് ഉള്ളത് മറ്റാരുമല്ല, നമ്മുടെ ഫ്രാങ്കിയാണ്. നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് എന്തായാലും വിട്ട് പിരിയുന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ലൂഫി തൻ്റെ വൺ പീസൊക്കെ കണ്ടുപിടിച്ച് എൻഡ് ഓഫ് ദ സ്റ്റോറി തന്നെയായിരിക്കും. പക്ഷേങ്കിൽ ക്രൂ ഡിസ്പാൻഡിൽ ചെയ്യുന്നതിന് മുമ്പ് വിട്ടുപോകാൻ ചാൻസ് ഉള്ള ക്യാരക്ടർ ഒന്ന് നമ്മുടെ ഫ്രാങ്കിയാണ്. നമുക്കറിയാം നമ്മുടെ ഫ്രാങ്കിൻ്റെ ഏറ്റവും വലിയ ഡ്രീമാണ് താൻ ഉണ്ടാക്കിയ ഷിപ്പിൽ ലോകം മൊത്തം സെയിൽ ചെയ്യാന്നുള്ളത്. അപ്പോൾ നമ്മുടെ ലൂഫി തൻ്റെ ഡ്രീം അച്ചീവ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഫ്രാങ്കിൻ്റെ ഡ്രീമും അവിടെ അച്ചീവ് ആവുന്നതായിരിക്കും. ഒരു പക്ഷേ അതിനുശേഷം നമ്മുടെ ഫ്രാങ്കി സ്ട്രോ ഹാറ്റ്സിൽ നിന്ന് വിട്ടുപിരിഞ്ഞ് മറ്റെന്തെങ്കിലും വലിയ കാര്യം ചെയ്യുന്നതിന് വേണ്ടി പോകുന്നതായിരിക്കും. ഒരു പക്ഷേ നമ്മുടെ ഐസ്ബർഗിൻ്റെ കൂടെ വാട്ടർ 7 തന്നെ ഷിപ്പ് റൈറ്റ് ആക്കി തുടരാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് വിട്ടുപോകാൻ ചാൻസ് ഉള്ള ഒരു ക്യാരക്ടർ മറ്റാരുമല്ല, നമ്മുടെ ബ്രൂക്കാണ്. നമുക്കറിയാം ബ്രൂക്കിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ലെബൂണായിട്ട് റീയൂണൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് ഫൈനൽ വാർ കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്തായിരിക്കും നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് ഒരു പക്ഷേ നമ്മുടെ വന്ന വഴിക്ക് കൂടെ തന്നെയാണ് തിരിച്ചു പോകുന്നതെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ബ്രൂക്ക് ലെബൂണിനെ കാണാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ ലെബൂണും നമ്മുടെ ബ്രൂക്കും തമ്മിലൊരു കണ്ടുമുട്ടാൻ ചാൻസ് ഉണ്ട്. എങ്ങനെയാണെന്നല്ലേ ഒരു തിയറി പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ലൂഫി റെഡ് ലൈന് തകർക്കുമെന്ന്. അങ്ങനെയുള്ള റെഡ് ലൈന് തകർക്കുകയാണെങ്കിൽ നമ്മുടെ ലെബൂണിനെ അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ മറ്റാർക്കും പറ്റില്ല. നമുക്കറിയാം റെഡ് ലൈൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് ലെബൂണ് ബ്രൂക്കിനെയും കാത്ത് അവിടെ നിൽക്കേണ്ടി വരുന്നത്. ഇനിയിപ്പോൾ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ബ്രൂക്കിന് നമ്മളെ ലെബൂണിനെ പെട്ടെന്ന് തന്നെ കാണാൻ കഴിഞ്ഞേക്കും. അങ്ങനെ സംഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ബ്രൂക്ക് നമ്മുടെ ലെബൂണിൻ്റെ കൂടെ അവിടെ തന്നെ തുടരുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പിന്നെ ഈ ലിസ്റ്റിൽ വരുന്നത് മറ്റാരുമല്ല, നമ്മുടെ ഊസോപ്പാണ്. നമുക്കറിയാം ഒരു തവണ നമ്മുടെ ഊസോപ്പ് ക്രൂ വിട്ട് പോയതാണ്. ഒരു പക്ഷേ നമ്മുടെ ഊസോപ്പ് അങ്ങനെ വീണ്ടും ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഈ തവണ ഫൈറ്റ് ചെയ്തിട്ടൊന്നും ആയിരിക്കില്ല. നമ്മുടെ സ്ട്രോ ഹാറ്റ്സൊക്കെ അവരുടെ ഡ്രീമൊക്കെ അച്ചീവ് ചെയ്തതിന് ശേഷം ഒരു പക്ഷേ നമ്മുടെ ഊസോപ്പ് തൻ്റെ ഹോം ടൗണിലേക്ക് തിരിച്ചു പോവുകയോ അവിടെ വെച്ച് തൻ്റെ കഥകളൊക്കെ എല്ലാവരോടും പറയുകയും ചെയ്ത് തൻ്റെ സ്റ്റോറി എങ്ങനെയായിരുന്നു സ്റ്റാർട്ട് ചെയ്തത് അതുപോലെ തന്നെ നമ്മുടെ ഊസോപ്പ് അവസാനിപ്പിക്കാൻ ചാൻസ് ഉണ്ട്. ഈ 3 ക്യാരക്ടേഴ്സാണ് നമ്മളെ സ്ട്രോ ഹാറ്റ്സ് ഡിസ്പാൻഡിൽ ചെയ്യുന്നതിന് മുമ്പ് ഒരു പക്ഷേ നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് വിട്ടു പോകാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രത്തോളം മറ്റൊരു സമ്മേളനം കാണുന്നവരെ ബൈ.